പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ടിപ്പാണ്. നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് നമ്മുടെ മുടിയൊന്ന് പറന്ന് നിൽക്കണം, അല്ല എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ഷൈനി ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു ടിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി, സാധാരണക്കാർക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്നും നമുക്ക് ഈ മുടിയൊക്കെ സെറ്റ് ചെയ്യാനോ അതിനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി നേരിട്ട് കാണാം. വാ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമേ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഫ്ലാക്സ് സീഡാണ് ഇത് കണ്ടോ, ഇതാണ് ഫ്ലാക്സ് സീഡ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇതുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴുകി ഉണക്കി വെക്കണേ, എന്നിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ടിടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് തേക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് എടുക്കാം. അപ്പോൾ 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് എടുത്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. വെളിയിൽ നല്ല മഴയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മഴയുടെയാണ് കേട്ടോ. നല്ല മഴയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ പീസുകളായിട്ടാണ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഇട്ടാൽ മതി. തൊലിയൊന്നും ചെത്തണമെന്നില്ല, അതിൻ്റെ ആ സൈഡിലത്തെ മുള്ള മാത്രം ചെത്തി കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഇട്ടു നല്ലതായിട്ടൊന്ന് തിളച്ച് നല്ലൊരു ജെല്ല് പോലെ ഇരിക്കും നമുക്കത് കിട്ടേണ്ടത്. ആ ഒരു ഇതിൽ വേണം നമുക്ക് എടുക്കാൻ. ഇത് നമുക്ക് മുടി കൊഴിച്ചിലിനെ തടയുകയും ചെയ്യും, അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ ജെല്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ജെല്ലാണ്. ഇതിങ്ങനെ പതഞ്ഞ് കണ്ടോ, വെള്ളമൊക്കെ വറ്റി. നമ്മൾ 2 ഗ്ലാസ് വെള്ളമായിരുന്നു ഒഴിച്ചു കൊടുത്തത്. 1 ഗ്ലാസ് വെള്ളം വറ്റി. ഇതിങ്ങനെ നല്ല ജെൽ ഫോമിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ പ്രയാസമാവുക. ചൂടോടെ തന്നെ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് വീഴത്തില്ല, ജെല്ല് താഴോട്ട് വീഴത്തില്ല. ഇതിൻ്റെ തന്നെ ഇങ്ങനെ പിടിച്ചങ്ങിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ചൂടോടെ തന്നെ എടുത്ത് വെക്കുക. എടുത്ത് ഇതിനി ഈ വെള്ളം ഒന്ന് ആറണം. ആറിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് ഇത് മാറും. അത് കഴിയുമ്പോഴാണ് നമുക്ക് തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ തണുത്തത് നല്ല ജെൽ ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാം. തലമുടിയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. തലയോട്ടി തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, തേച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് തലമുടിയിലാണ് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഞാൻ കഴുകി ഉണക്കി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് കഴുകി ഉണക്കിയെടുത്ത മുടി. ഏതായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം.